നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്കിലെ മുൻ മാനേജർ ബിജു കരീമിന് തിരിച്ചടി. വ്യാജ വായ്പാ തട്ടിപ്പിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ്. വ്യാജ വായ്പയെടുത്ത കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർക്കനാട് പൊയ്യാറ പരേതനായ ഗൗതമിന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതി നടപടി. പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. അറവുശാലയ്ക്ക് മുന്നിൽ വെച്ച് വിരണ്ടോടി എരുമ. ഓടിക്കയറിയത് ഹോട്ടലിൽ. പരിഭ്രാന്തിക്കൊടുവിൽ തളച്ചു. വിരണ്ടോടിയ എരുമ ഹോട്ടലിൽ കയറിയത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് നഗരത്തിലുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് എരുമ ഓടിക്കയറിയത്. ഏറെ നേരം സ്ഥലത്ത് പരിഭ്രാന്തി പരത്തിയ എരുമയെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് കുരുക്കിട്ടാണ് തളച്ചത്. എരുമയുടെ മുഖത്തും കാലുകളിലും പരിക്കേറ്റിട്ടുണ്ട്. ഹോട്ടലിലേക്കെത്തിയ എരുമ ഇരുചക്ര വാഹനം അടക്കമുള്ളവ മറിച്ചിട്ടു. സംഭവത്തെ തുടർന്ന് ഹോട്ടലിലുണ്ടായിരുന്നവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് എരുമയെ കയറിട്ട് കെട്ടിയിട്ടത്. കെട്ടിയിട്ട ശേഷവും എരുമ വിറളി പൂണ്ട് ഓടാൻ ശ്രമിച്ചു. ഇതോടെ കാലുകളും കയറിട്ട് ബന്ധിക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവില്ലാമല തവക്കൽപ്പടി കിഴക്കേച്ചങ്ങലിൽ ഇന്ദിരാദേവി എന്ന 65-കാരിയാണ് മരിച്ചത്. ആലത്തൂർ കാടാമ്പുഴ റൂട്ടിലോടുന്ന മർവ എന്ന ബസിന്റെ ഡോറിലൂടെ തെറിച്ചു വീണ് വയോധികയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അടുത്തു വെച്ചായിരുന്നു സംഭവം. അമിത വേഗതയിൽ വളവ് വീശിയെടുക്കുന്നതിനിടെ ഇന്ദിരാദേവി ഡോറിലൂടെ തെറിച്ചു വീഴുകയായിരുന്നു. രാവിലെ 7:30 കൂടിയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായതോടെ കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. സംഭവത്തിൽ കേസെടുത്തു. 15-കാരൻ ഓടിച്ച സ്കൂട്ടർ ഇടിച്ച് സ്ത്രീ മരിച്ച സംഭവം. മുത്തച്ഛനെതിരെ കേസ്. കൊല്ലത്ത് 15-കാരനായ കൊച്ചുമകൻ ഓടിച്ച സ്കൂട്ടർ ഇടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ മുത്തച്ഛനെതിരെ കേസെടുത്ത പോലീസ്. തില്ലേരി സ്വദേശി 80 വയസ്സുള്ള ജോൺസണെതിരെയാണ് കേസ്. മുണ്ടയ്ക്കൽ സ്വദേശി സുശീലയാണ് അപകടത്തിൽ മരിച്ചത്. സ്കൂട്ടറിന് ഇൻഷുറൻസ് ഇല്ലെന്നും പോലീസ് പറഞ്ഞു. മുണ്ടയ്ക്കൽ തുമ്പറ ക്ഷേത്രത്തിന് സമീപം ഡിസംബർ 26-ന് വൈകിട്ടായിരുന്നു സംഭവം. അപകടത്തിന് ശേഷം 15-കാരനും സുഹൃത്തും സ്കൂട്ടർ നിർത്താതെ പോവുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജോൺസന്റേതാണ് വാഹനമെന്ന് കണ്ടെത്തി. ജോൺസന്റെ കൊച്ചുമകനാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. 10 പ്രതികളെ വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായി നിയമവിദഗ്ധരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. ഗൂഢാലോചനയിലും കൊലപാതകത്തിലും പങ്കെടുത്ത പ്രതികളെ ഉൾപ്പെടെ കോടതി വെറുതെ വിട്ടു എന്നാണ് കുടുംബത്തിന്റെ വാദം. ഇതിനിടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ പാർട്ടി ചുമതലയുള്ള 5 പേരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ CPM പ്രതിരോധത്തിലായിട്ടുണ്ട്. വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം പാർട്ടി നിയമപോരാട്ടം തുടരുമെന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും അറിയിച്ചു.